ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് നമുക്ക് നിരന്തരം സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, ഈ ഒരു എക്സാമിനായിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഇതിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ തുടങ്ങി നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സസ് അവൈലബിൾ ആണോ, അങ്ങനെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോസ്റ്റിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കുറച്ച് ടോപ്പിക്കുകളാണ്. അതായത് നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എന്ന് വരും, അതേപോലെ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ ജോബ് ഹൈലൈറ്റ്സ് പറയുവാണെങ്കിൽ മെയിൻ അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം പോസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പം ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കിട്ടാവുന്ന യൂണിഫോം പോസ്റ്റുകളിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇൻസ്പെക്ടറായിട്ട് കിട്ടുക എന്നുള്ളത്. കൂടാതെ നമ്മൾ ഇതിന്റെ മെയിൻ ഡ്യൂട്ടീസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പല സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കൺസ്യൂമറിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ. കൂടാതെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈസൻസ് അങ്ങനെ തുടങ്ങി മെഷർമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ സർവീസുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവർ ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ പവർഫുൾ പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 200 ml ബോട്ടിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ബോട്ടിലിൽ 200 ml ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇൻ കേസ് നമുക്കത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൺസ്യൂമറിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹൈ സാലറി സ്കെയിൽ കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൻ്റെതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ നിങ്ങൾ ആദ്യം നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, അതേപോലെ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട് റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതായത് നിങ്ങൾ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് സയൻസിലാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് എന്നൊരു സബ്ജക്ട് നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൂടാതെ ബിടെക് ഗ്രാജുവേറ്റ് ആണോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾ ബിടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ ആണോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബിടെക് ഇൻ എനി ബ്രാഞ്ച്, അതേപോലെ ഡിപ്ലോമ ഇൻ എനി ബ്രാഞ്ച്, ഈ 3 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് 43,400 രൂപ മുതൽ 91,200 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പം ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇത് 485/2022 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/4/2024. അതായത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 2026 ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് 2 വർഷം ആകുകയാണ്. അപ്പം കട്ട് ഓഫ് മാർക്ക് വന്നത് 43.33 ആയിരുന്നു. മാക്സിമം മാർക്ക് 55 ടെസ്റ്റില്, ടോട്ടൽ അഡ്വൈസ് 16, മെയിൻ ലിസ്റ്റിൽ 90 പേര്. അപ്പൊ നമുക്കറിയാം PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2 വർഷം ആകുമ്പോഴത്തേക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പം പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ അതിന്റെ എക്സാമും കാണും. ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ എക്സാം കാണും. പക്ഷേ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള എക്സാം ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഒരു കേസ് നമ്മൾ പറയുവാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് 3 മാസത്തിൽ അതിന്റെ എക്സാം ഡേറ്റും വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും അതേപോലെ ഇതിന്റെ എക്സാം വരുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഏകദേശം കിട്ടുക ഒരു 1 ഇയർ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 15 മാസമായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ച് പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്നത് ഒരു 15 മാസത്തെ സമയം അല്ലെങ്കിൽ ഒരു 1 ഇയർ ടൈം എന്ന് തന്നെ കൂട്ടാം. അപ്പോൾ ആ 1 ഇയറിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ഉണ്ട് 10 മാർക്കിന്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട് 10 മാർക്ക്, ഫിസിക്സ് 30 മാർക്ക്, കെമിസ്ട്രി 30 മാർക്ക്, മാത്സ് 30 മാർക്ക്. അപ്പം ഇത്രയും ഇത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ സാധിക്കില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അതിന്റെ PYQs വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 1 ഇയർ ടൈം അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ട്
3 മാസത്തിനുള്ളിലാണ് അതിന്റെ എക്സാം വന്നത്. അപ്പോൾ ആ 3 മാസത്തെ ഗ്യാപ്പിൽ വേണമായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നവർക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കേസ് ഇവിടെ വരാതിരിക്കാനാണ് നമ്മളത് എടുത്തു പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു 1 ഇയറിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ റാങ്ക് ലിസ്റ്റിലെ മുൻനിരയിൽ ഇടം നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി ഉടൻ തന്നെ ഇതിന്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. അപ്പം ഇതിന് എങ്ങനെ പഠിക്കണം, ഇതിന്റെ ഒരു സിലബസ് എന്താണ്, ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരെ സംബന്ധിച്ചുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മളൊരു വെബിനാർ, ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കാനും അതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ടെക്നിക്കൽ PSCയിൽ നിരവധി കോഴ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സുകളിലൊക്കെയും ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് പല സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചവരാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കരിയർ ഗ്യാപ്പിന് ശേഷം വന്ന് എക്സാം എഴുതി റാങ്ക് നേടിയ നിഖിൽ സാറുണ്ട്. അതേപോലെ ഒരു ജോലിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഈ എക്സാമിനായിട്ട് തയ്യാറെടുത്ത അഷ്റഫ് സാറുണ്ട്. അതേപോലെ സാദിഖിന്റെ കാര്യം പറയുവാണെങ്കിൽ ബിടെക് പാസ് ഔട്ട് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് ഫസ്റ്റ് എക്സാം ആണ് അവന്റെ, അപ്പൊ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റാങ്ക് നേടിയ ആളാണ് സാദിഖ്. അതേപോലെ പ്രവാസിയായിട്ട് ഇരുന്നുകൊണ്ട് റാങ്ക് നേടിയ മുസാദിഖ് തുടങ്ങി അങ്ങനെ പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ കൂടെ ചേർന്ന് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരാണ് ഇവരെല്ലാം. അപ്പം നാളെ നിങ്ങൾക്കും ഇതിലൊരു ഇടം നേടാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യം എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങളുടെ ആ ഒരു സ്വപ്നം നേടിയെടുക്കാനായിട്ട്. ഇവരുടെയൊക്കെ സക്സസ് സ്റ്റോറി നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ അവയുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലീഗൽ മെട്രോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.